കേന്ദ്രത്തിന് കേരളത്തോട് ശത്രുതാ മനോഭാവമെന്ന മന്ത്രി എം.ബി. രാജേഷ്. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാഹചര്യമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടില്ല. ക്ഷേമ പ്രവർത്തനങ്ങളിലും കുറവ് വരുത്തിയിട്ടില്ല. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ശത്രുതാ മനോഭാവത്തോടെയുള്ള സമീപനമാണ് കേന്ദ്രത്തിനെന്നും മന്ത്രി പറഞ്ഞു. സർ, ഈ ശത്രുതാപരമായിട്ടുള്ള മനോഭാവം അതാണ് പൊതുവിൽ കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ മനോഭാവം സംസ്ഥാനത്തെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളോട് പ്രത്യേകമായി ഒരു ശത്രുതാപരമായിട്ടുള്ള സമീപനമാണ് ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റിന്റെയൊക്കെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത് എന്നത് നമ്മൾ ഇരുകൂട്ടരും ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ്. മാത്രമല്ല, ഇപ്പൊ സംസ്ഥാന സർക്കാരിനെ തന്നെ മറികടന്ന് നേരിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നതിനും ഒക്കെയുള്ള നീക്കമാണ്. ആ നിലയിൽ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള നീക്കം കൂടി കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കേന്ദ്രത്തിന് കേരളത്തോട് ശത്രുതാ മനോഭാവം എന്നാണ് മന്ത്രി എം.ബി. രാജേഷ് നിയമസഭയിൽ വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാഹചര്യമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതത്തിൽ കുറവ് വരുത്തിയിട്ടില്ല. ക്ഷേമ പ്രവർത്തനങ്ങളിലും കുറവ് വരുത്തിയിട്ടില്ല. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ശത്രുതാ മനോഭാവത്തോടെയുള്ള സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേന്ദ്രത്തിൻ്റെത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി എം.ബി. രാജേഷ് നിയമസഭയിൽ വ്യക്തമാക്കിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? ഏതായാലും നിയമസഭയിൽ ഇന്നലെ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായിട്ടാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയം സഭയിൽ കൊണ്ടുവന്നത്. അതിൽ കൃത്യമായി തന്നെ മന്ത്രി എം.ബി. രാജേഷ് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു സംസ്ഥാനത്തെ സാഹചര്യം പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനമുള്ളത്. അതിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള നിലപാട് അത് വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 14ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് കേന്ദ്രം പിടിച്ചുവെച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ്. ചില്ലിക്കാശ് പോലും കേന്ദ്രം സംസ്ഥാനത്തിന് ഗ്രാന്റായി അനുവദിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 മാസത്തിൽ തന്നെ 3887.02 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ട്രഷറി നിയന്ത്രണങ്ങൾ അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. പക്ഷെ അത് മറികടക്കാനുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്നുള്ള പുതിയ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും അദ്ദേഹം പ്രതിപക്ഷത്തോട് വ്യക്തമാക്കി. അതിനൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് 60% LDF ആണ് ഭരിക്കുന്നതെങ്കിൽ 40% തദ്ദേശ സ്ഥാപനങ്ങൾ UDF പ്രതിനിധികളാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാട് അതിനെതിരെ സംസാരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് പ്രതിപക്ഷം എന്നുള്ള കാര്യവും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ശരി ഷീജ, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്.